റിപ്പോർട്ടർ SIT ഇംപാക്ട്. റിപ്പോർട്ടർ SIT പുറത്തുകൊണ്ടുവന്ന സെക്രട്ടേറിയറ്റിലെ ആക്രിക്കടത്തിൽ ഭരണാനുകൂല സർവീസ് സംഘടനാ നേതാവ് പി ഹണിക്കെതിരെ വിജിലൻസ് കേസ്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസെടുത്തത്. ആക്രിക്കടത്തിൽ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടും പി ഹണിക്കെതിരായ പരാതി സർക്കാർ പൂഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് BJP നേതാവ് അഡ്വക്കേറ്റ് RS രാജീവ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ്. ഈ വാർത്തയിൽ തുടർ വാർത്തകളിലൂടെ നമ്മൾ പോകുമ്പോഴും ഹണിയെ തൊടാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നു, അല്ലേ പ്രസാദ്? അതേ സുജയ, സെക്രട്ടേറിയറ്റിലെ ആക്രി നീക്കം ചെയ്യേണ്ട ചുമതലയുള്ള പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ അഡീഷണൽ സെക്രട്ടറിയാണ് പി ഹണി. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കരാറുകാരനെ മാറ്റി പകരം ബിനു എന്ന് പറയുന്ന താൽക്കാലിക ജീവനക്കാരൻ അവിടെ നിന്ന് ആക്രി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. പിന്നാലെയാണ് ബിനുവിനെ നിയമിച്ചത് പി ഹണിയാണ് എന്ന് തെളിവുകൾ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ഇതുകൂടാതെ വ്യാജരേഖ ചമച്ച് വ്യാജ ഉത്തരവുണ്ടാക്കി ഇല്ലാത്ത ഒരു ആക്രി കച്ചവടക്കാരന്റെ പേരിൽ ഉത്തരവിറക്കിക്കൊണ്ട് ആക്രി പലതവണയായി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് കടത്തുകയായിരുന്നു. 2 വർഷത്തിലേറെ കാലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. സുജയ പറഞ്ഞതുപോലെ പലതവണ പരാതി നൽകി, ഒരു നടപടിയും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് BJP നേതാവ് രാജീവ് വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതും ഇപ്പോൾ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നതും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഭരണാനുകൂല സംഘടനയുടെ നേതാവ് കൂടിയാണ് പി ഹണി. സുജയ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. റിപ്പോർട്ടർ SIT പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ ഒടുവിൽ നടപടിയായിരിക്കുകയാണ്.